അമേരിക്കയും ഇറാനും തമ്മിൽ വലിയ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ പോലും അവസാനമായി അമേരിക്ക പറയുന്നൊരു വാക്കുണ്ട്. ട്രംപ് അദ്ദേഹത്തിൻ്റെ ഒരു വാർത്താ സമ്മേളനമാണ്. ആ വാർത്തയിൽ അദ്ദേഹം കൊടുത്തിരിക്കുന്നത് ഇറാൻ ചുവപ്പ് രേഖ ലംഘിക്കാൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കൊല്ലപ്പെടാൻ പാടില്ലാത്ത പലരും കൊല്ലപ്പെട്ടതായി തോന്നുന്നു. ഇത് പറയാൻ മറ്റൊരു വശം കൂടിയുണ്ട്. അതിനു മുമ്പേ ഒരു കാര്യം ഉണർത്താൻ ആഗ്രഹിക്കുകയാണ്. താല്പര്യമുള്ളവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യണം. ഹൈപ്പോടി വരുന്നുണ്ട്, ഒന്ന് ക്ലിക്ക് ചെയ്തേക്ക്. കാരണം ബാഡ് ഇമ്പാക്റ്റിനെ ഇതുപോലെ മറികടക്കാനല്ലാതെ വേറെ മാർഗ്ഗങ്ങളില്ലാത്തതുകൊണ്ടാണ്. നമുക്ക് വിഷയത്തിലേക്ക് പോകാം. ട്രംപ് പറയുന്ന കാര്യം ഇറാൻ്റെ റെഡ് ലൈന് ലംഘിക്കുന്നതായി പലപ്പോഴും തോന്നുന്നു. കൊല്ലപ്പെടാൻ പാടില്ലാത്ത ചില ആളുകളൊക്കെ പലരും കൊല്ലപ്പെട്ടതായി തോന്നുന്നു. ഈ തോന്നലുകളേ ഉള്ളൂ. അതോടൊപ്പം തന്നെ ഞങ്ങൾ അത് വളരെയേറെ ഗൗരവമായി കാണുന്നു. ഈ തോന്നൽ ഉണ്ടായത് എവിടുന്ന എന്ന് ചോദിക്കുമ്പം ഇവിടെ 24 മണിക്കൂറിലേറെയായിട്ട് ഇറാൻ്റെ ഇൻ്റർനെറ്റ് സംവിധാനങ്ങൾ ഒട്ടാകെ ഷട്ട് ഡൗൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ഉള്ളത് സ്റ്റാർലിങ്കിൻ്റെ ഒരു പ്രവർത്തനമാണ്. സ്റ്റാർലിങ്ക് എന്ന് പറയുന്നത് അത് വേറൊരു കഥയായിട്ട് നമുക്ക് പറയാം. ഇപ്പം നിലവിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ ബഹുസ്വരതയിലാണ്ട പരസ്പര ബഹുമാനത്തോടു കൂടിയുള്ള ഒരു രാജ്യത്തിൻ്റെ ആ രാജ്യത്തെ അംഗീകരിക്കുന്ന ആളുകളുടെ പ്രക്ഷോഭങ്ങളാണ്. അത് വളരെ സീരിയസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഇപ്പോൾ അറിയേണ്ടതില്ല. ആ ട്രംപ് പറയുന്നത് ഞങ്ങളിൽ ചിലരൊക്കെ മരിച്ചു എന്ന് പറയുമ്പം കൊല്ലപ്പെടാൻ സാധ്യതയില്ലാത്ത പലരും കൊല്ലപ്പെട്ട് കഴിഞ്ഞു എന്ന് പറയുമ്പം ഇന്നലെ നമ്മൾ കൊടുത്തിട്ടുള്ള ഒരു വാർത്തയുണ്ട്, അഥവാ ഒരു അനലൈസ് ഉണ്ട്. എന്താ അതിൽ പറയുന്നത്? 1000 ആളുകളെ IRGC കൊണ്ടുപോയിട്ടുണ്ട്. അതിൽ പലരും ഈ അമേരിക്കയുടെ സന്തത സഹചാരികളാണെന്ന് ഇന്ന് ഒരു 6 മിനിറ്റ് മുമ്പായിട്ട് റിപ്പോർട്ട് ചെയ്ത ആ ഒരു പ്രസ്താവനയിൽ ട്രംപ് പ്രതിപാദിക്കുന്നുണ്ട്. ഇത് തന്നെയാണ് നമ്മൾ ഇന്നത്തെ വാർത്തയും കൂട്ടി യോജിപ്പിച്ച് വായിക്കേണ്ടത്. IRGC സീറോ ടോളറൻസ് നടപ്പിലാക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസിനെ മാത്രമല്ല ഈ ഒരു സൈന്യത്തെ പോലും ഈ പ്രൊട്ടസ്റ്റുകാർ അല്ലെങ്കിൽ നേരിടേണ്ട സാഹചര്യം എത്തുകയും അതോടുകൂടി എല്ലാവരും അവരുടെ സുരക്ഷിത മേഖലകളിലേക്ക് ഒതുങ്ങുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ മാധ്യമങ്ങൾ വളരെയേറെ കൊട്ടിഘോഷിക്കുന്നുണ്ട്. അവിടെ വലിയ പ്രശ്നങ്ങളാണ്. കാണുന്ന ബ്രെയിനും തോന്നും ഇറാൻ മുഴുവനും പ്രശ്നത്തിലാണ്. അത് വെറുതെ പറയുക എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. എന്താണെങ്കിലും ട്രംപ് ഇത് പറയണമെങ്കിൽ മറ്റൊരു കാര്യമുണ്ട്. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒന്ന് ഇളക്കി മറിച്ചിട്ട് വലിയ രൂപത്തിലുള്ള പ്രക്ഷോഭം അഴിച്ചുവിട്ട് കഴിഞ്ഞാൽ പുറത്തുനിന്നൊരു ശക്തിക്ക് ഇടപെടാൻ കഴിയുമെന്നുള്ള ഒരു അല്ലെങ്കിൽ ഒരു ധാരണ ഉണ്ടായിരുന്നു. പക്ഷെ അതും ഇപ്പോൾ മറികടന്നിരിക്കുകയാണ് ഈ ഇറാൻ. പക്ഷേ ഇറാൻ ഒന്നും വലിയ രൂപത്തിൽ പുറത്തുവിടുന്നില്ല. കാരണം അവിടെ ഒരു ഇൻ്റർനെറ്റ് സംവിധാനങ്ങളൊക്കെ നിലച്ചതുകൊണ്ട് തന്നെ ഇറാനിൽ കിട്ടുന്ന ആകെ ഒരു പോയിൻ്റ് മാത്രം അതിലുള്ള സ്ട്രെങ്ത്തിലുള്ള ആ സിഗ്നലിൽ കിട്ടുന്ന വീഡിയോകൾ മാത്രമേ പുറത്തേക്ക് വരുന്നുള്ളൂ. മാത്രമല്ല ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വ്യാപകമായിട്ടുള്ള റെയ്ഡാണ്. അതും ആരാ നടത്തുന്നത്? അത് IRGCയും അവിടുത്തെ ലോക്കൽ പോലീസുമാണ് നടത്തുന്നത്. എല്ലാ ബിൽഡിങ്ങുകളും എല്ലാ പള്ളികളും എല്ലാ ചത്വരങ്ങളും എവിടെയൊക്കെ പരിശോധനയ്ക്ക് സാധ്യത ഉണ്ടോ, റെയിൽവേ സ്റ്റേഷൻ, എയർപോർട്ട് എല്ലാം അടച്ചുപൂട്ടി സുന്ദരമായിട്ടൊരു അഥവാ പുറത്തേക്ക് പോകാനുള്ള എല്ലാ വഴികളും അടച്ചുപൂട്ടി നന്നായിട്ട് റെയ്ഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെയാണ് കഴിഞ്ഞ ദിവസം 1000-ഓളം സംശയാസ്പദമായതും ഉറപ്പുള്ളതുമായിട്ടുള്ള 1000-ഓളം ആളുകളെ പിടിച്ചു കൊണ്ടുപോയി അവർ ചോദ്യം ചെയ്തു തുടങ്ങിയത്. ആ ചോദ്യം ചെയ്തതിൻ്റെ പിന്നാലെയാണ് ട്രംപിൻ്റെ ആഹ്വാനം വരുന്നത്, അല്ലെങ്കിൽ പ്രസ്താവന വരുന്നത്. ഇതുവരെ ഞങ്ങൾ കരുതിയതുപോലെയല്ല. ട്രംപ് പറയുന്നതിലൊരു വിഷയമുണ്ട്. അദ്ദേഹത്തിൻ്റെ ആളുകൾ കൊല്ലപ്പെട്ടു എന്ന് വളരെ മൗനമായിട്ടെങ്കിലും അംഗീകരിക്കുന്ന രീതിക്കാണ് പറഞ്ഞു വെക്കുന്നത്. ഒരുപാട് ആളുകൾ കൊല്ലപ്പെടുന്നു. അതിലൊരിക്കലും കൊല്ലപ്പെടാൻ പാടില്ലാത്തവരും കൊല്ലപ്പെട്ടു. അഥവാ സ്പൈ വർക്കിൽ ഏറ്റവും അത്യുന്നത കഴിവുകൾ തെളിയിച്ചവരും ഒരുപക്ഷെ ഇവരുടെ IRGCയുടെ ആൾക്കൂട്ടത്തിൽ അഥവാ അവരുടെ പിടിച്ച കൂട്ടത്തിൽ ഉണ്ടായേക്കാമെന്ന് കരുതുന്നത്. അല്ലാതെ ട്രംപ് ഇത്ര നാളായിട്ട് പറയാത്തൊരു വാക്കാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ വിഭാഗം ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു സൈനിക നടപടി സ്വീകരിക്കേണ്ടതുണ്ട്. ഞങ്ങൾ വളരെ ശക്തമായ ചില ഓപ്ഷനുകൾ നോക്കുന്നു. അതെല്ലാം എൻ്റെ മേശപ്പുറത്ത് ഉണ്ട് എന്നും പറയുന്നു. ഇത് സാധാരണ ഈ കളവനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പഴയ കാലത്തെ ഉള്ളതാണ്. പക്ഷേ നമുക്ക് ആ ആളെ മനസ്സിലാക്കിയിട്ട് തന്നെ പറയാം. അൺഎക്സ്പെക്റ്റഡ് ആണ് ആൾ. എപ്പോഴും എന്തും പറയാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ആ അർത്ഥത്തിൽ അത് വന്നുകൊള്ളണമെന്നില്ല. നേരത്തെ എല്ലാ അർത്ഥത്തിലും പറഞ്ഞുകൊണ്ടിരുന്നത് അവിടെ പ്രക്ഷോഭം നടക്കുകയാണ്, ഒരാളെപ്പോലും കൊല്ലരുത്, കൊന്നാൽ ഞങ്ങൾ ഇടപെടും. 10, 200 അഥവാ 500-ൻ്റെയും 200-ൻ്റെയും ഇടയിലായിട്ട് ആളുകൾ, അഥവാ 200 എന്തായാലും കൊല്ലപ്പെട്ടു, അത് 500-ലേക്ക് എത്തിയിരിക്കുന്നു എന്ന് അനൗദ്യോഗികമായിട്ടുള്ള വാർത്തകളൊക്കെ
വരുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ആളുകൾ കൊല്ലപ്പെട്ടിട്ട് പോലും ഇയാൾ ഇപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഇടപെടും. പക്ഷെ ഒരു കാര്യമുണ്ട്, സൈനികമായിട്ട് ഇടപെടുമ്പോൾ വളരെ വളരെ എന്താ പറയുക സൂക്ഷ്മത പുലർത്തേണ്ടി വരും. ഇതിനൊക്കെ ഇന്നലെ നമ്മളുടെ വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ എങ്ങാനും സൈനികമായ ഒരു ഓപ്പറേഷൻ നടത്തുകയാണെങ്കിൽ നിങ്ങളുടെ ആയുധങ്ങൾ സൂക്ഷിച്ചു വെക്കുന്ന രാജ്യങ്ങളും അതുപോലെ തന്നെ ഏറ്റവും നന്നായി നിങ്ങൾ പോറ്റി വളർത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്രായേലും തകർന്ന് തരിപ്പണമാകും. ഞങ്ങൾ പിന്നാലെ പോയേക്കാം, പക്ഷെ അതിൽ ഞങ്ങളെ പ്രശ്നമല്ല, നിങ്ങളെയും കൂടി കൂട്ടിയിട്ടേ പോകുള്ളൂ എന്ന് പറഞ്ഞാൽ മരിക്കാൻ ധൈര്യമുള്ള എനിക്ക് ലോകത്ത് എന്തിനാ പേടിക്കാനുള്ളത്? അതാണ് ഇറാൻ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഭരണം ഇനി പോവുകയാണോ? ഇനി എല്ലാവരും ഞങ്ങൾക്കെതിരെ നിന്നവരൊക്കെ പോയതിന് ശേഷം ഭരണവും പോയിക്കോട്ടെ, അല്ല ഭരണം നിലനിൽക്കണോ, രാജ്യത്തിൻ്റെ കൂടെ ഞങ്ങളും ഉണ്ടാവും എന്ന് അചഞ്ചലമായി പറയാൻ കഴിയുന്ന ഒരു വിഭാഗമാണ് ആയത്തുള്ള ഖാംനയുടെ കൺട്രോളിൽ വർക്ക് ചെയ്യുന്ന പെഷസ്കിയാനും അബ്ബാസ് അരാജ്കിയും ഒക്കെ ഉള്ളത്. വിദേശകാര്യമന്ത്രിയും പ്രധാനമന്ത്രിയും അവിടെയുള്ള സമുന്നതരായിട്ടുള്ള മറ്റ് നേതാക്കളൊക്കെയും അതിൽ നിന്ന് മനസ്സിലാക്കാം അവിടെയുള്ള എല്ലാ പ്രശ്നങ്ങളും ഒത്തുതീർപ്പിലേക്കോ അല്ലെങ്കിൽ അവിടെയുള്ള ഒതുക്കി തീർക്കലിലേക്കോ ഉണ്ടായിട്ടുണ്ട്, എത്തിച്ചേർന്നിട്ടുണ്ട്. അതിൻ്റെ വേദന സഹിക്കാനാകാതെ പറയുന്ന വാക്കുകളാണ് ഈ മനുഷ്യൻ എല്ലാ അർത്ഥത്തിലും. ഈ ഫോട്ടോ വെറുതെ ഒന്ന് വെച്ചതാണ്, പക്ഷേ ആ സംഭവത്തിൽ ഈ ടൈറ്റിൽ അതല്ലെങ്കിൽ അതിൻ്റെ കോണ്ടൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഒരുപാട് ആളുകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്നുള്ളത്. അവരെ എന്ത് ഇനി എങ്ങനെ ചെയ്യും പെരുമാറും എന്നുള്ളതിനെക്കുറിച്ചൊരു റിപ്പോർട്ടോ കാര്യമൊന്നുമില്ല, എല്ലാം മേശപ്പുറത്തുണ്ട് എന്ന് പറയുന്നു. സത്യത്തിൽ ഇനിയൊരു മിഡിൽ ഈസ്റ്റ് അഥവാ ഷാമിൻ്റെ പ്രശ്നം ലോകത്തേക്കുള്ള വലിയ പ്രശ്നമായി വരും എന്നുള്ളതിൽ തർക്കമില്ല. അതൊരു വഞ്ചനാപരമായിട്ടുള്ള സമീപനമായിരിക്കും എന്നൊക്കെ നമുക്ക് നമ്മുടെ പ്രമാണങ്ങളിൽ നിന്നൊക്കെ കാണാൻ പറ്റും. എന്താണെങ്കിലും ക്രിസ്ത്യാനിറ്റിയും ജൂതായുസവും ഈ ലോകത്തെ സമാധാനം കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ആ ലെവലിലേക്ക് ഈ രാജ്യം താഴ്ന്നിറങ്ങിക്കൊടുക്കുന്നില്ല എന്ന് മാത്രമേ ഈ ഇറാനെ കുറിച്ച് നമുക്ക് പറയാനുള്ളൂ. എല്ലാവരും അവരുടേതായ നന്മയിൽ ഊന്നി പ്രവർത്തിക്കുകയാണെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ ട്രംപിന് ലോകം ഭരിക്കണം, ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും അവരുടെ കയ്യിലെ അല്ലെങ്കിൽ അവരുടെ കാൽ കീഴിലാകണം. വെനിസ്വേല അതേപോലെ തന്നെ ഇപ്പോൾ അടുത്ത് ക്യൂബ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. നെതർലാൻഡ് ഗ്രീൻലാൻഡ് അവരിപ്പം പിടിക്കാനുള്ള ശ്രമത്തിലാണ്. ഇതെല്ലാം കൂടി പിടിച്ചിട്ട് ഇറാനും കൂടി പിടിച്ചാൽ ആ ഏരിയ മൊത്തം ഒരു വലിയ രാഷ്ട്രമായി ഇറാൻ അഥവാ അമേരിക്കയുടെ കൈകളിലേക്ക് ഒതുക്കി പിടിക്കാനുള്ള ശ്രമമാണ്. പക്ഷേ എന്താണെന്നറിയില്ല, ഇറാനിൽ പഠിച്ച 18 നോക്കിയിട്ട് നടക്കുന്നില്ല എന്നത് ഒന്നുകൂടിയും വ്യക്തമാക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത്. എന്ന് പറയുമ്പോൾ അമേരിക്കയുടെ ഏറ്റവും വലിയ ആളുകൾ കൊല്ലപ്പെട്ടു, അതും ഇറാനിൽ കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ് ഇദ്ദേഹം പറയാതെ പറഞ്ഞു വെക്കുന്നത്. അതിനൊരു തിരിച്ചടി ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല. എങ്ങനെയാണെങ്കിലും അവരടിക്കാൻ വേണ്ടി കാതോർപ്പിച്ച് നിൽക്കുകയാണ്. എങ്ങനെ തുടങ്ങണം എന്നതേ പ്രശ്നമുള്ളൂ. തുടങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെ അവസാനിപ്പിക്കേണ്ടി വരുമെന്നതുകൂടി ബുദ്ധിപരമായി നീങ്ങുന്ന ആൾക്ക് വേണ്ടതുകൊണ്ട് ഈ അവസാനിപ്പിക്കാനുള്ള തന്ത്രം കൂടി മെനഞ്ഞെടുക്കുന്നുണ്ടാവും. എന്താണെങ്കിലും ആസന്ന ഘട്ടത്തിലാണ് ഇറാൻ ഈ അമേരിക്ക ഇസ്രായേൽ യുദ്ധം എന്നുള്ളത് ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കാം. സമാധാനം പുലരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും നന്ദി. മറ്റൊരു വീഡിയോയിൽ കാണാം.